UDF കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ കേരള രാഷ്ട്രീയം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം, പിന്നീട് ഇങ്ങോട്ടും കണ്ടിട്ടില്ലാത്ത വിധം 2001 99 എന്ന മാന്ത്രിക അത്ഭുതകരമായ സീറ്റ് നേടിയത് കോൺഗ്രസുകാർ, UDF മുന്നണിയിലുള്ളവർ, UDF പിന്തുണയ്ക്കുന്ന ജനവിഭാഗക്കാർ എല്ലാവരും ഒന്ന് ഓർത്തെടുത്ത് നോക്കിക്കേ, എന്തായിരുന്നു ആ ഒരു വിജയം എന്നുള്ളത്. കാരണം ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം, അത്ഭുതകരമായ ഒരു മുന്നേറ്റം, കേരള രാഷ്ട്രീയത്തിൽ വലതു തരംഗം അടിച്ചിങ്ങനെ പോയ ആ ഒരു സാഹചര്യം 2001 നമ്മൾ കണ്ടതാണ്. ഓരോ കാലഘട്ടം ഇങ്ങനെ കഴിയും തോറും, ഓരോ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കഴിയും തോറും UDF ഉണ്ടാകുന്ന ഒരു വൻ തിരിച്ചടിയെ 2016 നിന്ന് 2021 എത്തിയപ്പോ 6 മുതൽ 7% വരെ വോട്ട് ചോർച്ചയാണ് UDF കോൺഗ്രസ് മുന്നണിക്ക് ഉണ്ടായത് എന്നതാണ്. നോക്കൂ, 2016 നിന്ന് 2021 എത്തിയപ്പോൾ 7% വോട്ട് ചേർച്ച എന്ന് പറയുമ്പോൾ 44% ഒക്കെ ഉണ്ടായിരുന്ന ഒരു വോട്ട് ഷെയർ ആണ് ഇങ്ങനെ കുറഞ്ഞ് 37 38 ഒക്കെ എത്തിയിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുള്ളത്? ഇവിടെ വളർന്നു വരുന്ന NDAയുടെ ഒരു ബലം നമ്മൾ കാണണം. 11% വോട്ടാണ് 2016 നിന്ന് 2021 എത്തുമ്പോൾ 11% വോട്ട് ഷെയർ ആണ് NDA കേരളത്തിൽ നേടിയത് എന്നുള്ളതാണ്. അപ്പോ ഈ LDFനെ, CPM-നെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന UDF മുന്നണി ഇങ്ങനെ സജ്ജമാകുമ്പോൾ എന്തൊക്കെയാണ് പിന്നാമ്പുറത്ത് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ്. ഏറ്റവും ശക്തമായ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാവുന്നത് AICCയുടെ വാർ കമ്മിറ്റി വാർ റൂം കേരളത്തിലും തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ മുൻനിര യുവ നേതാക്കളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർ റൂം തുറക്കുക എന്നുള്ളതാണ്. കേന്ദ്ര നേതാക്കൾ ക്യാമ്പ് ചെയ്യും കേരളത്തിൽ എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും UDFന്റെ പ്രചാരണം നയിക്കുമ്പോൾ സച്ചിൻ പൈലറ്റും അതേപോലെ തന്നെ DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും എല്ലാം ചേർന്ന് ഒരു ശക്തമായ യുവജന സീനിയർ സാന്നിധ്യമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, N ശക്തനെ പോലെ, VM സുധീരനെ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രതാപ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമുഖമായിരുന്നവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് ശക്തനെയും തൃശ്ശൂർ സുധീരനെയും വടക്കൻ കേരളത്തിൽ മുല്ലപ്പള്ളിയെയും എല്ലാം കൊണ്ടുവന്ന് പഴയകാല പ്രതാപത്തിലേക്ക് ശരിക്കും ആഞ്ഞടിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഒരുമിച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് ഇനി ഒരു ഭാവി ഉണ്ടാവൂ എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസ് UDF ഇത്തവണ അധികാരം 2026 പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ചാനലുകളും, എല്ലാ മാധ്യമങ്ങളും, രാഷ്ട്രീയ നിരീക്ഷകരും, രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളെല്ലാം പറയുന്നത് എന്താണ്? ഇനി ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന UDFന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വോക്സ് തന്നെ ചർച്ച ചെയ്തൊരു വാർത്തയാണ് ലീഗിന്റെ ഈ അസംതൃപ്തി, ലീഗിനെതിരെയുള്ള കോൺഗ്രസിന്റെ നിശബ്ദ നീക്കം, വാക്കുകളിൽ ഇങ്ങനെ പൊതുവായ മണ്ഡലങ്ങളിലെല്ലാം ലീഗിനെ ഇങ്ങനെ സുഖിപ്പിച്ച് മയ സ്വഭാവം കാണിച്ച് ലീഗിന് മലബാറിന് പുറത്ത് മത്സരിക്കാൻ അവസരം കൊടുക്കാത്തൊരു സംഭവം. അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ദീപദാസ് മുൻഷി വന്നിട്ട് ഇപ്പോ ലീഗിന് പരോക്ഷമായും പ്രത്യക്ഷമായും ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നത്, ഒരു കാരണവശാലും പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒരു മുഖ്യമന്ത്രി വടംവലി കോൺഗ്രസ് UDF സഖ്യത്തിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു വലത് കാറ്റിന്റെ 2001 വീശിയ ഒരു വലത് കാറ്റിന്റെ അടുത്തൊന്നും എത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിക്കാൻ വേണ്ടി 4 സൈഡിൽ നിന്നും ഇങ്ങനെ പിടിച്ചു മുറുക്കി കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോ രാഷ്ട്രീയ മണ്ഡലം എല്ലാം ചിന്തിക്കുന്ന പോലെ തന്നെ 2026 തെരഞ്ഞെടുപ്പ് ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും പോവുക.